ഹായ് ഓൾ, ഞാൻ കീർത്തന. ഞാൻ ലീഡ് അക്കാഡമിയുടെ സുപ്രീം ഓഫ്ലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 2025-26 അക്കാഡമിക് ഇയറിൽ ഞാൻ എഴുതിയ എല്ലാ എൻട്രൻസ് എക്സാമും ഏറ്റവും മികച്ച റാങ്കോട് കൂടി തന്നെ എന്നെ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ലീഡ് അക്കാഡമിയാണ്. ഞാൻ ആദ്യമേ ലോ എടുത്ത് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും പ്ലാനിലുണ്ടായ ഒരാളല്ല. +1 പകുതിയോട് കൂടിയാണ് എനിക്ക് എന്തുകൊണ്ട് ലോ ചൂസ് ചെയ്തുകൂടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നത്. ഞാൻ ബയോളജി സയൻസ് എടുത്ത് പഠിച്ചൊരു കുട്ടിയാണ്. അങ്ങനെയാണ് ഞാൻ ലീഡിൽ ജോയിൻ ചെയ്യുന്നതും ഒരു സീനിയർ വഴിയാണ് ഞാൻ ലീഡ് അക്കാഡമിയിലേക്ക് എത്തുന്നത്. പിന്നീട് ഓൺലൈനായിട്ട് കുറച്ചു കാലം കോച്ചിങ് എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ജാമ്യ, AMU, ക്ലീ, കണ്ണൂരൊക്കെ എഴുതി. അപ്പോൾ ജാമ്യയിൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു വന്നിരുന്നത്. ബാക്കി എല്ലാ എൻട്രൻസും ക്രാക്ക് ചെയ്യാൻ അങ്ങനെ സാധിച്ചിരുന്നു. അപ്പോൾ ഒരു 4 സീറ്റിനാണ് എൻ്റെ ആ വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ ജാമ്യ റാങ്ക് പോയത്, ജാമ്യയിൽ സീറ്റ് പോയത്. അപ്പൊ മനസ്സിൽ അതൊരു വാശിയല്ല, എന്തുകൊണ്ട് എനിക്ക് ജാമ്യ ക്രാക്ക് ചെയ്തുകൂടാ, ഒരു പ്രാവശ്യം കൂടെ ട്രൈ ജാമ്യയിൽ തന്നെ പഠിച്ചുകൂടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. പണ്ട് മുതലേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ലീഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. കാലിക്കറ്റ് പോയി ജോയിൻ ചെയ്തു. പിന്നീട് സെപ്റ്റംബർ മുതൽ അതൊരു വേറൊരു ജേർണി ആയിരുന്നു. എല്ലാത്തിനും എൻ്റെ കൂടെ ഫണ്ട് സാറായാലും ഇസാഖ് സാറാണെങ്കിലും കാവ്യ മാം ആണെങ്കിലും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ GK കറണ്ട് അഫെയറിൽ അത്യാവശ്യം വീക്കായിട്ടുള്ള ഒരാളാണ്. എനിക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജാമ്യ ക്രാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് ഉള്ളത്. കാരണം ജാമ്യയിൽ ക്ലോസ് ടു 50% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് GK കറണ്ട് അഫെയർ കാറ്റഗറിയിൽ നിന്നാണ്. ഈ എക്സാമിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ലീഡ് അക്കാഡമിക്ക് മാത്രമാണ്. അതേപോലെ ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ളൊരു പ്രോസസ്സിനെ പറ്റി മാത്രമല്ല, നമ്മുടെ ഇമോഷണൽ ആൻഡ് മെന്റൽ വെൽബീങ് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയായിരുന്നു. ആ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ലീഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പഠിച്ചതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, കുറേ പഠിക്കുന്നുണ്ടാവും, പക്ഷെ മോക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മെയിൻ എക്സാമിലേക്ക് റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന എക്സാമിന് നന്നായിട്ട് പഠിച്ചതിന് ശേഷം, അതായത് എക്സാമിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിലെങ്ങനെ മാർക്സ് സ്കോർ ചെയ്യാമെന്നുള്ള ട്രിക്കുകൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരുപാട് മോക്സ് എടുത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് സമയം മാനേജ് ചെയ്യുക, അതുപോലെ മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി അധികം ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന മേഖലകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ റാങ്ക് മികച്ചതാക്കിയതും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ മുമ്പ് പറയാനുള്ളത്, ആദ്യം നമ്മുടെ എക്സാമിനെ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീക്ക് ഏരിയാസും നമ്മുടെ സ്ട്രെങ്ത്തും മനസ്സിലാക്കുക. സ്ട്രെങ്ത്തിന് വേണ്ടി ഒരുപാട് സമയം അലോട്ട് ചെയ്യുന്നത് കുറയ്ക്കരുത്. ഞാൻ മാത്സിന് ആദ്യമൊക്കെ, അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ മാത്സിന് ഒരുപാട് സമയം കൊടുത്തിരുന്നു. കാരണം എന്ത് പഠിക്കാനെടുത്താലും മാത്സിലേക്കാണ് നമ്മളെ മൈൻഡും എല്ലാം ആദ്യം എത്തിച്ചേരുക. പയ്യെ ഞാനത് നല്ലോണം കുറച്ചു. GK കറണ്ട് അഫെയറിന് ഒരുപാട് സമയം അലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ലീഡിന്റെ മെറ്റീരിയൽസ് എല്ലാം നോക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബിലെല്ലാം റാൻഡം വീഡിയോസ് ഒക്കെ ഇങ്ങനെ വെറുതെ പ്ലേ ചെയ്യാം. അതായത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. GK കറണ്ട് അഫെയർ എങ്ങനെയെങ്കിലും മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മെറ്റീരിയൽസ് ഒരുപാട് സമയം വായിക്കുക. ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതിൽ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിനേലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒരുപാട് വായിച്ചാൽ തന്നെ നമുക്ക് എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ഇപ്പോൾ ജാമ്യൊക്കെ എഴുതുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മളിത് അവിടെ കണ്ടതാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ അങ്ങനെ ഉണ്ടായതാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ആ മൊമെന്റിൽ ഉണ്ടാവുന്നത്. അതുപോലെ ഒരുപാട് മോക്സ് എടുക്കുക, കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക, ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ എൻട്രൻസും, ഏത് എൻട്രൻസ് എടുത്താലും അതിൽ ബെസ്റ്റ് ആവാനുള്ള ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി അതാണ്. അതുപോലെ ആദ്യമൊക്കെ മോക്കിൽ മാർക്ക് കുറവായിരിക്കും, എനിക്കും കുറവായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ജാമ്യയുടെ ഫസ്റ്റ് മോക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് 30 മാർക്കോ അല്ലെങ്കിൽ 30 സംതിങ് എത്രയോ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം ഈ ജാമ്യ ലാസ്റ്റ് മോക്കിൽ 100+ കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ളൊരു ജേർണി ആയിരുന്നില്ല.
ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി. നമ്മൾ പയ്യെ ഗ്രാജുവലി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സ്കോർ ആണെങ്കിലും നമ്മുടെ സ്ട്രെങ്ത് ആണെങ്കിലും എല്ലാം. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. Be a part of Lead Academy and be a part of your dream university. Thank you.